നിങ്ങൾ കാണുന്ന എൻ്റെ എല്ലാ കസർത്തും അത് കിട്ടിയ സന്തോഷമാണ്. ഞാൻ തന്നെ അത് സെറ്റാക്കി. വെൽക്കം ടു മൈ സന്തോഷം പാർട്ട് 2. അങ്ങനെ നമ്മുടെ ഇന്നോവേഷൻ പിന്നെയും തുടരുകയാണ്. ഞാൻ അത് പിടിച്ച് തിരിച്ചു നോക്കുക സ്കൂൾ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ എക്സ്പ്രഷൻ കാണാതിരിക്കാനായിട്ടോ മുഖമൊക്കെ കൊത്തി പിടിച്ചേക്കണേ. പിന്നെ തിരിച്ചപ്പോൾ ഈ സാധനം ഇളകണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതുവരെ എങ്ങനെയാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായി. ഞാൻ ആ സ്ക്രൂ ഒക്കെ പിടിച്ച് തിരിച്ച് ടൈറ്റ് ആക്കാണ് നമ്മുടെ സാധനം എടുത്തു ഗൈസ്. പക്ഷേ ഇവിടെയാണ് എനിക്ക് ശരിക്കും പോലെ പാളിയത്. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ വെക്കണമെന്ന് കറക്റ്റായിട്ട് അറിയില്ല. കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്ക് കൊള്ളാലോ, അത് അങ്ങനെ തന്നെ വെക്കേണ്ടത് വിചാരിച്ചു. പിന്നെ അവിടെ സ്ക്രൂ കൊടുത്തത് ഞാൻ കണ്ടേ. അവസാനം ഈ സാധനം കണ്ട് വെച്ചാൽ ചെറുതായിട്ടൊന്നും എഴുതാൻ കഴിയും, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അത് പിന്നെയും വളച്ച് ഒടിച്ച് കുറേ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തി. എന്തൊരു എവിടെയോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോഴാണ് മുകളിലൊരു സാധനം. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാണിച്ചത് ഗൈസ്. നമുക്ക് വേണ്ടി ഹാങ് ചെയ്ത് സാധനം കാണിക്കാൻ വേണ്ടി കാണിച്ചതാണ്. നമുക്ക് എന്തായാലും ഹാങ് ചെയ്തൊന്നും നടക്കില്ല. ഞാൻ പിന്നെ ആലോചിക്കും ഇപ്പോൾ എങ്ങനെ വെക്കുന്നത്. എന്തായാലും അങ്ങനെയല്ലാന്ന് എനിക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലായി. അങ്ങനെ സാധനയ്ക്ക് മനസ്സിലായി ഗൈസ്. പക്ഷേ പ്രശ്നം എന്താ അറിയോ, ഇത് പിടിച്ചങ്ങോട്ട് തിരിക്കണോണ്ടല്ല, എന്നാലും എൻ്റെ മുഖത്ത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുണ്ടാവും കുറച്ച് പേടി. എന്നിട്ട് അത് പിടിച്ച് അതിൻ്റെ ഇടയ്ക്ക് വയറും ഇങ്ങനെ കുടുങ്ങിയിട്ട് പണിയിട്ടുണ്ടായിട്ടോ. എന്നിട്ട് പിടിച്ചങ്ങോട്ട് തിരിക്കുക. എനിക്കിത് തിരിക്കുമ്പോൾ എന്താ ഓടിയെന്നറിയോ, ഗാന്ധിജിയുടെ പറ്റിയ ചർക്ക ഇങ്ങനെ തിരിക്കില്ലേ, ഞാൻ കുറേ തിരിച്ചിട്ടൊന്നുമില്ല. എന്നാൽ അതാണ് എനിക്ക് ഓടിയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ അത് സെറ്റ് ആയതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. ചെറുതായിട്ട് ലാലറ്റ് നമ്മൾ ചെല്ലിട്ടുണ്ട്, എനിക്കറിയാം ഗൈസ്. അങ്ങനെ നമ്മൾ ചാർജറാണ് ആ സാധനം കണക്ട് ചെയ്യണമെങ്കിൽ ചാർജർ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ ഓൾറെഡി ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ചെറുതായി വീഴാൻ പോയി. അതിനൊന്ന് പ്രണമിച്ച് നടപ്പം നമ്മൾ കണ്ടത്. അങ്ങനെ കുട്ടികളെ നമ്മൾ സ്വിച്ച് ഇടൽ ചടങ്ങിലേക്ക് കടന്നിരിക്കണം. കടന്നപ്പോഴാണോ ഓടിയത്, സ്വിച്ച് കത്തുന്നില്ല. അപ്പോൾ ഞാൻ അപ്പുറത്ത് നിന്നിട്ട് മറ്റേ ലൈറ്റ് ഒക്കെ ഇട്ടു. കറണ്ട് ഉണ്ടോ, പക്ഷെ വർക്ക് ചെയ്യണില്ല. അപ്പോൾ നോക്കുമ്പോഴാണ് ഇതിൻ്റെ അവിടെ ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിടിച്ച് ക്ലിക്ക് ചെയ്യണമായിരുന്നു. അതിൻ്റെ അവിടെ ഓഫ് ഓണൊക്കെ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ നിങ്ങൾ കാണുന്ന എൻ്റെ എല്ലാ കസർത്തും അത് കിട്ടിയ സന്തോഷമാണ്. ഞാൻ തന്നെ അത് സെറ്റാക്കിയില്ല. സാധാരണ ഞാൻ ആരെങ്കിലൊക്കെ വിളിച്ച് സഹായം ചോദിക്കാറുണ്ട്. ഈ പ്രാവശ്യം അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല, തന്നെ ഇരുന്ന് ചെയ്ത്. അതാണ് നിങ്ങൾ കണ്ട കുറച്ച് കാണുന്ന ഈ സംഭവങ്ങളൊക്കെ.